എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാൻ ആശാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ കണ്ടു. ഇത് ഒരു പൊടിക്ക് ലേറ്റാണ്, കാരണം ഈ പടം തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് ഡിലേ കഴിഞ്ഞാണ് ഇത് OTT-യിലോട്ട് വന്നത്. ആമസോൺ പ്രൈമിനകത്തുണ്ട്. എനിക്ക് ഈ പടം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ മെയിൻ 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഇന്ദ്രൻസ്, സിനിമാ മോഹം പണ്ടുണ്ടായിരുന്നു, പിന്നീട് അതൊരു പോയിന്റിൽ ഉപേക്ഷിച്ചു. പിന്നെ സിനിമയിൽ തനിക്കൊരു അഭിനയിക്കാനൊരു അവസരം വന്നു, അതുമായിട്ട് തുടർന്ന് പോകുന്നത് ഒന്ന്. 2 ജോമോൻ ജോർജ് സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി. പിന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞു പോകണം. അങ്ങനെ 2 പേരും, വേറെ പല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് ഈ പടം കടന്നു പോണത് ഇവർ 2 പേരിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ തുടക്കം എനിക്ക് നല്ല രീതിയിൽ വർക്കായി. പിന്നീട് അങ്ങോട്ടായപ്പം ഇതിനകത്തൊരു ഷൂട്ടിങ്ങിൻ്റെ കേസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര എന്തോ പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടെങ്കിൽ പോലും പോകെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടും. പ്രധാനമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു IFFK വേദിയിൽ ലൈക്ക് ആ ഒരു ഇമോഷണൽ കുറച്ചേ ഉള്ളൂവെങ്കിൽ പോലും എനിക്കത് പേഴ്സണലി എനിക്കത് ഭയങ്കര കണക്റ്റായി. സോ അത് കൊള്ളാം, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അതുപോലെ തന്നെ അവിടെ ഒരു ഓൺലൈൻ വീഡിയോസിനുള്ള ഒരു കൊട്ടുണ്ട്, നല്ല വൃത്തിക്ക് എല്ലാത്തിനിട്ടും നല്ല കൊട്ടി വിടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അല്ലാതെ മൊത്തത്തിൽ എനിക്ക് കൊള്ളാം. ഇന്ദ്രൻസിൻ്റെ, ജോമോൻ ജോർജ് അവരൊക്കെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ എനിക്ക് വർക്കായി. സോ നല്ല ഭയങ്കര കിടിലം വിഷയ സാധനം അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കൊച്ചു സിനിമ. സോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ പടം ചില പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. നമ്മൾ തമ്മിൽ ഒപ്പീനിയൻസിനൊക്കെ ഒരു ഡിഫർ വരാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.